ഹലോ, എല്ലാവർക്കും ഹിമാക്സിലേക്ക് സ്വാഗതം. ഒരു ചാപ്റ്റർ, 2 ക്വസ്റ്റ്യൻ, ഷുവർ ആൻസർ, ഷുവർ മാർക്ക് എന്ന മോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന എക്സാമിന്റെ ക്യാമ്പയിൻ മറ്റു സെക്ഷനിലേക്ക് എല്ലാവരെയും വീണ്ടും ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +1 ഹിസ്റ്ററിയിലെ 7ാമത്തെ അധ്യായമായിട്ടുള്ള മാറിക്കൊണ്ടിരിക്കുന്ന സംസ്കാരങ്ങളെ കുറിച്ചാണ്. അഥവാ ലോകം വ്യത്യസ്തമായ രീതിയിൽ മാറുകയാണ്. സാമൂഹികമായും സാംസ്കാരികമായും ജീവിത രീതികളിലും എല്ലാം മാറ്റം വന്നുകൊണ്ട് ഭരിക്കാനും ഭരിക്കപ്പെടാനൊക്കെ പ്രത്യേകം സെക്ഷനുകളും രാജ്യങ്ങളും രാജ്യാതിർത്തികളും പ്രവിശ്യകളും ഒക്കെ ഉണ്ടാകുന്ന മറ്റൊരു ഘട്ടത്തിലേക്ക് രാജ്യം മാറുമ്പോൾ അതിനനുസരിച്ച് നവോത്ഥാനത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. നവോത്ഥാനങ്ങളിൽ വന്ന മാറ്റവും നവോത്ഥാനം മുൻപ് എന്തായിരുന്നു, പിന്നീട് എന്തൊക്കെ ചേഞ്ച് വന്നു എന്നൊക്കെ പറയുന്ന ചാപ്റ്ററാണ് +1 ഹിസ്റ്ററിയിലെ 7ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മളിതിലെ അധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല. പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ മാത്രം പറഞ്ഞ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ പറയുമ്പം ഇതിൽ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ് എന്നുള്ളത്. അതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മറ്റൊരു ഭാഗം കൂടെ ഉണ്ട്. ഒരു ചാപ്റ്ററിന് 2 ക്വസ്റ്റ്യൻ ആണല്ലോ. മുൻകഴിഞ്ഞ പല എക്സാമുകളിലായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകളെ കുറിച്ച്. ഇതെന്താണ്, ഇതെവിടെ ഉദയം ചെയ്തു, ആരായിരുന്നു ഇതിന്റെ നേതാവ് എന്നുള്ളതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. ശരിക്കും എന്താണ് പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ് എന്നുള്ളത് പഠിക്കേണ്ട വിഷയം തന്നെയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് താനും. ശരിക്കും ഇത് ക്രിസ്ത്യൻ മതത്തിലെ സഭക്കകത്തുണ്ടായിട്ടുള്ള വലിയ പൊട്ടിത്തെറിയുടെ ഭാഗമായിട്ടാണ് പറയപ്പെടുന്നത് എന്നുള്ളതാണ് വാസ്തവമായ സത്യം. മാർട്ടിൻ ലൂതറാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഒരു വ്യക്തിക്ക് ദൈവവുമായി ബന്ധപ്പെടാനുള്ള ഒരു മധ്യവർത്തിയായിട്ട് പുരോഹിതർ വേണ്ട എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വീക്ഷണവും കണ്ടെത്തലുകളും. അതുപോലെ ജർമ്മനിയിൽ ആണ് ഇത് ഉദയം കൊണ്ടത്, ഈ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കത്തോലിക്ക സഭയിൽ തിന്മകൾ, ചൂഷണം, അതുപോലെ തന്നെ മത വൈദികന്മാർ തന്നെ അല്ലെങ്കിൽ മതപുരോഹിതന്മാർ തന്നെ ജനങ്ങൾ ചൂഷണത്തിന് ഇറങ്ങിയപ്പോ മധ്യവർത്തികളായിട്ട് സാധാരണക്കാർക്ക് ദൈവത്തിലേക്ക് അടുക്കാൻ ഒരു മധ്യസ്ഥരായിട്ട് പുരോഹിതർ വേണ്ട എന്ന ലൂതറിന്റെ ആശയങ്ങളോട് ഒരുപാട് പ്രൊട്ടസ്റ്റുകളായിട്ടുള്ള ഹ്യൂമാനിസ്റ്റുകൾ ഇറങ്ങി പുറപ്പെട്ടതോടുകൂടിയാണ് പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ് പൊട്ടിപ്പുറപ്പെട്ടതെന്ന് പറയേണ്ടതായിട്ട് വരും. ഈ പ്രൊട്ടസ്റ്റന്റ് മതനവീകരണ പ്രസ്ഥാനം വലിയ പ്രകമ്പനം ഈ കാലത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഹ്യൂമനിസ്റ്റിൽ ആകൃഷ്ടരായ സഭാംഗങ്ങൾ ക്രിസ്തുമതത്തെ അതിന്റെ ലളിതമായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇതിന്റെ പ്രധാന ഭാഗം. സ്വതന്ത്രവും യുക്തിബോധവുമുള്ള വ്യക്തികളായാണ് അവർ മനുഷ്യനെ കണ്ടത്. വിധീരത്തുള്ള ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും സ്വതന്ത്രമായി ജീവിക്കുവാനും ആഹ്ലാദിക്കുവാനും അവനെ അനുവദിച്ചുവെന്നുമാണ് ഇവര് വിശ്വസിക്കുന്നതും. ആ വിശ്വാസതയിൽ ജനങ്ങളെ ആകൃഷ്ടരാക്കുകയും വേണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. കത്തോലിക്ക സഭയിൽ ഉണ്ടായിരുന്ന അഴിമതികൾ തുറന്നു കാണിച്ചു. 2 നവോത്ഥാന പണ്ഡിതന്മാരായിട്ട് ഇവരിൽ നിന്ന് ഉയർന്നു വന്നവരാണ്. ഒന്ന് തോമസ് മൂർ ഉട്ടിയോപ്യ, അതുപോലെ തന്നെ ഹോളണ്ടിലെ ഇറാസ്മസ് എന്ന് പറയുന്ന ഒരു 2 പണ്ഡിതന്മാർ. ഇവര് ശരിക്കും ക്രിസ്തു മതം, അതിന്റെ സഭകൾ എങ്ങനെയാണ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത്, ജനങ്ങളെ മതം പറഞ്ഞ് എങ്ങനെയാണ് ഇവര് പിഴിഞ്ഞെടുക്കുന്നത് കൃത്യമായിട്ട് പറയുകയായിരുന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ പാപഭാരത്തിൽ നിന്ന് വ്യക്തികൾക്ക് മോചനം നൽകിക്കൊണ്ടുള്ള പാപമോചന പത്രിക വിറ്റൊഴിച്ചുകൊണ്ട് പുരോഹിത വർഗം ധാരാളം പണം സമ്പാദിക്കുന്ന ഇവരാരോപിക്കുന്നുണ്ട്. ഇതിനെ ഹ്യൂമാനിസ്റ്റുകൾ കഠിനമായിട്ട് വിമർശിക്കുന്നുണ്ട്. കത്തോലിക്ക സഭ ചുമത്തിയ നികുതികൾക്കെതിരെ കർഷകർ കലാപം നടത്താൻ തുടങ്ങി. തങ്ങളുടെ രാജ്യത്തിൽ ആഭ്യന്തര കാര്യങ്ങൾ പുരോഹിത വർഗം അനാവശ്യമായി ഇടപെടുന്നു എന്നും ഈ ഹ്യൂമാനിറ്റീസ് വിഭാഗം മെല്ലെ മെല്ലെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഇങ്ങനെയാണ് ലൂതറിന്റെ കടന്നുവരവും ജർമ്മനിയിൽ ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ് ഉയർന്നു വരുന്നതും സഭക്കകത്തുള്ള തിന്മകൾക്കെതിരെ ശക്തമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതും അതുപോലെ തന്നെ അവർക്കെതിരെ വലിയ
രീതിയിലുള്ള സമരമുറകൾ കൊണ്ടുവരുന്നതൊക്കെ ഈ കാലത്തിന്റെ പ്രത്യേകതയാണ്. പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ് പല ഭാഗങ്ങൾ എക്സാമിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചോദിച്ചാൽ നിർബന്ധമായിട്ട് എഴുതേണ്ടതായിട്ടുണ്ട്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ, അതുപോലെ തന്നെ നോട്ട്സ് വേണമെങ്കിൽ ചോദിക്കാം. എന്നൊക്കെയുള്ള കാര്യങ്ങൾ മുൻപ് പറഞ്ഞതാണ്. വാട്സപ്പ് നമ്പർ ഇതിന്റെ കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 7ാമത്തെ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു ഭാഗമാണ് കോപ്പർനിക്കസ് വിപ്ലവം എന്ന് പറയുന്നത്. ശരിക്കും പ്രൊട്ടസ്റ്റന്റ് വിഭാഗം മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മതത്തെ ലഘൂകരിക്കാനും ലളിതമാക്കാനും ശ്രമിക്കുകയാണ് ചെയ്തിരുന്നെങ്കിൽ, കോപ്പർനിക്കസ് നിഷിദ്ധമായിട്ട് പുരോഹിത വർഗത്തെയും മതത്തിന്റെ പല ആശയങ്ങളെയും അദ്ദേഹം എതിർക്കുകയായിരുന്നു ചെയ്തതെന്നാണ് മറ്റൊരു സത്യം. മനുഷ്യൻ പാപിയാണെന്ന ക്രൈസ്തവ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കോപ്പർനിക്കസ് മുൻപോട്ട് വന്നത്. ഭൂമി പാപം നിറഞ്ഞതാണെന്നും അതിന്റെ പാപഭാരം അതിനെ നിശ്ചലമാക്കിയിരിക്കുന്നു എന്നും ക്രിസ്ത്യൻ വിഭാഗം വിശ്വസിച്ചു പോന്നിരുന്നു. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നും ഗ്രഹങ്ങളെല്ലാം അതിനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണെന്നും സഭ വിശ്വസിച്ചു പോന്നിരുന്നു. ഈ ഭാഗത്താണ് കോപ്പർനിക്കസിന്റെ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ ഇടുത്തി പോലെ വീഴുന്നതെന്ന് പറയേണ്ടതായിട്ട് വരും. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ക്രൈസ്തവ ധാരണകളെ കടപുഴക്കിയെറിഞ്ഞുകൊണ്ട് ഒരു ജ്യോതിശാസ്ത്ര വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു പോളണ്ടുകാരനായിട്ടുള്ള കോപ്പർനിക്കസ് ചെയ്തത്. ജ്യോതിർഗോളങ്ങളുടെ ഭ്രമണം എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം ഈ സിദ്ധാന്തം വിശദീകരിച്ചത്. ഇദ്ദേഹം ഇങ്ങനെ സൂര്യൻ ഒരു കേന്ദ്രബിന്ദുവാണെന്നും ആ കേന്ദ്രബിന്ദുവായിട്ടുള്ള സൂര്യനെ ഭൂമി അടക്കമുള്ള മറ്റു ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു പുസ്തകം അദ്ദേഹം എഴുതുകയുണ്ടായി. സൂര്യകേന്ദ്ര സിദ്ധാന്തം എന്നാണ് അതിന്റെ പേര്. ആ പുസ്തകം പിന്നീട് തന്റെ ശിഷ്യനായിട്ടുള്ള ജോവച്ചിൻ റെക്റ്റിക്സിൻ കൈമാറുകയുണ്ടായി. 1543 പ്രകാശിതമായ കോപ്പർനിക്കസിന്റെ പുസ്തകത്തെ പിന്നീട് സഭ എതിർക്കുന്നൊക്കെ ഉണ്ട്. കാരണം അത് സഭാ നിയമങ്ങൾക്കും ആചാരങ്ങൾക്കും എതിരായത് കൊണ്ടാണ് സഭ അതിനെ എതിർക്കുന്നത് എന്നുള്ളതും മറ്റൊരു ഭാഗമായിട്ട് പറയപ്പെടുന്നതാണ്. എന്തായാലും കോപ്പർനിക്കസ് മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് മതത്തെ ഒരു മോഡൽ വൽക്കരിക്കാനല്ല ശ്രമിച്ചത്. മതത്തിന്റെ പല ആശയങ്ങളെയും നിഷിദ്ധമായിട്ട് എതിർക്കുകയാണ് ചെയ്തത്. പകരം പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ് മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മതത്തെ ലളിതമാക്കാനും ലഘൂകരിക്കാനും ശ്രമിക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. എന്തായാലും ഈ രണ്ടു ഭാഗം നിർബന്ധമായിട്ട് ഈ ചാപ്റ്റർ പഠിച്ചിട്ട് പോകണം. വരാൻ വളരെയധികം സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്ത് ഡൗട്ടിനെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിന്റെ നമ്പർ ഞാൻ ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട്. തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.